തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ ഒരിക്കൽ കൂടെ നമുക്ക് ലഭിച്ചതായ അനുഗ്രഹിക്കപ്പെട്ടതായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എളിമയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിലേക്ക് ഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാനിത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളാണ് നാം ധ്യാനത്തിനായിട്ട് വായിച്ചത്. പ്രധാനമായിട്ടും 3 വിഷയങ്ങളാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ഒന്നാമത്തത് വളരെ ചുരുക്കമായിട്ടുള്ള പൗലോസ്ലീഹായുടെ ഒരു പ്രാർത്ഥനയാണ്. വളരെ ചുരുക്കമായുള്ള ഒരു പ്രാർത്ഥന. ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പൗലോസ്ലീഹ കൊലോസ്യയിലെ വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു ചുരുക്കമായ ഒരു പ്രാർത്ഥന നാം അവിടെ കാണുന്നുണ്ട്. വീണ്ടും രണ്ടാമതായി നാം കാണുന്നതായ വിഷയം ഒരു വിശ്വാസിയെ തെറ്റിക്കുവാൻ സാധ്യതയുള്ളതായ ചില കാര്യങ്ങളാണ്. ദൈവകൃപയിലേക്ക് വന്ന, തീരുമാനമെടുത്ത് സമർപ്പണമെടുത്ത് ആത്മീയ വഴിയിലേക്ക് വന്ന ഒരു വിശ്വാസിയെ തെറ്റിക്കുവാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം ഒരു പ്രാർത്ഥന. രണ്ടാമത്തെ വിഷയം ഒരു വിശ്വാസിയെ തെറ്റിക്കുവാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ. മൂന്നാമത്തെ വിഷയം ഒരു വിശ്വാസി തെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ. ഇങ്ങനെ 3 വിഷയങ്ങൾ ഈ 5 വാക്യങ്ങളിൽ ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോന്നും നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. പൗലോസ്ലീഹായുടെ പ്രാർത്ഥന: നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്ക്, ലവോദിക്ക ലൈക്കസ് താഴ്വരയിൽ അന്ത്യോക്കസ് 2-ാമൻ രാജാവ് BC 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ച ഒരു പട്ടണമാണ് ലവോദിക്ക. ഒന്നുകൂടെ പറയാം. ലൈക്കസ് താഴ്വരയിൽ അന്ത്യോക്കസ് 2-ാമൻ രാജാവ് BC 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ച ഒരു പട്ടണമാണ് ലവോദിക്ക. കൊലോസിയിൽ നിന്നും ഏകദേശം 12 മൈൽ വടക്ക് പടിഞ്ഞാറായിരുന്നു ഈ പട്ടണം. കൊലോസിയിൽ നിന്ന് ഏകദേശം 12 മൈൽ
വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമാണ് ഈ ലവൂദിക്ക. നിങ്ങൾക്കും ലവൂദിക്കയിലുള്ളവർക്കും കൊലോസിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്നും 10-12 മൈൽ ദൂരത്തുള്ള ലവൂദിക്കയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തവരാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ നേരിൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, മുഖം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാരണം അവരെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്, അവരെക്കുറിച്ചെല്ലാം അറിയാവുന്നതാണ്, അവരുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പോരാട്ടം കഴിക്കുന്നു, പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. 1-ാം അധ്യായം 29-ാം വാക്യം നാം ചിന്തിക്കുകയുണ്ടായി. പൗലോസ്ലീഹ സുവിശേഷം അറിയിക്കുന്നതും പോരാടിക്കൊണ്ടാണ്. എന്ന് അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. പോരാടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് നേരമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോകും, അല്ല വേറെ അസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ദൈവവേലയ്ക്ക് പോകും, എല്ലാവരും വഴിയിൽ വെച്ചൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിന് വിളിക്കും. അങ്ങ് എല്ലാം ഒത്തുകിട്ടിയാൽ അങ്ങ് ചെയ്യും എന്നുള്ളതായതല്ല, അധ്വാനിക്കുക, കഷ്ടപ്പെടുകയാണ്. അതിനുവേണ്ടി നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്യുന്നു. പ്രാർത്ഥനയിൽ അങ്ങനെ തന്നെയാണ്. അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പ്രാർത്ഥിച്ചു പോവുകയല്ല, നല്ലതുപോലെ തോളിൽ വഹിച്ചുകൊണ്ട്, ചുമന്നുകൊണ്ട്, പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് മറ്റുള്ളവരുടെ വിഷയം, ഭാരം സ്വന്തം ഭാരമായി ഏറ്റെടുത്തുകൊണ്ട് ഒരു വിഷയത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആവശ്യം സ്വന്തം ആവശ്യമായി ഏറ്റെടുത്തുകൊണ്ട്, സ്വന്തം കാര്യമായി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലഘുവായി അങ്ങ് പ്രാർത്ഥിച്ചു വിടുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ 2-3 വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ്ലീഹ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, അവർ എല്ലാവരും വിശ്വാസത്തിൽ സ്ഥിരത വരുവാൻ. ഒരു വചനം കേട്ടു, ഒരു മാനസാന്തരം കിട്ടി, ഒരു സമർപ്പണം വന്നു പോരാ. അവരെല്ലാവരും വിശ്വാസത്തിൽ സ്ഥിരത വരുന്നതിന് വേണ്ടി, സ്ഥിരരാകാൻ വേണ്ടിയിട്ട്. 5-ാം വാക്യം വായിക്കുന്നുണ്ട്, നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകത്തിൻ്റെ സമ്പത്തും പ്രാപിച്ച് അതിലങ്ങ് ഉറയ്ക്കണം. വിശ്വാസത്തിൽ സ്ഥിരത വരണം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്ഥിരത വരാൻ, അതിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. 2-ാമത്തെ കാര്യം, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് വിശ്വാസികൾ സ്നേഹത്തിൽ ഈ ഐക്യമുള്ളവരായി തീരുവാൻ. ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, ഒരു സഭ എന്ന് പറയുമ്പോൾ അതിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് തമ്മിലുള്ള സ്നേഹമാണ്. ഈ ഒരു കൂട്ടായ്മയിൽ, ഒരു സഭയിൽ വിശ്വാസികൾ തമ്മിലുള്ളതായ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ എല്ലാം തരിപ്പണമാകും. വളരെ ഗൗരവമുള്ളതായ വിഷയമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും സ്നേഹത്തിൽ ഐക്യമുള്ളവരായിരിക്കണം, ഒരപ്പൻ്റെ മക്കളെ പോലെ. തമ്മിലുള്ളതായ ഐക്യത, അത് കെട്ടുറപ്പിന് ഏറ്റവും ആവശ്യമാണ്. ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു സഭയുടെ കെട്ടുറപ്പിന് ഏറ്റവും ആവശ്യമാണ് തമ്മിലുള്ളതായ സ്നേഹത്തിൽ ഉള്ള ഐക്യത.
സ്നേഹത്തിൽ ഐക്യമുള്ളവരായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരേണ്ടതിനായി, വേറെ മറ്റ് അറിവുകളും വേറെ നേടാനല്ല, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരേണ്ടതിനായി ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ നോട്ട് കുറിക്കുന്നവർ എഴുതിക്കൊള്ളുക. 1, എന്ത് പ്രാർത്ഥിക്കുന്നു? 1, വിശ്വാസത്തിൽ സ്ഥിരത വരുവാൻ. 2, സ്നേഹത്തിൽ ഐക്യമുള്ളവരായി തീരുവാൻ. 3, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരേണ്ടതിനായി. ഏറ്റവും ഷോർട്ടായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, ഏറ്റവും ചുരുക്കമായുള്ളൊരു പ്രാർത്ഥന. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കാരണം 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. 4-ാം വാക്യം ഒന്ന് വായിച്ച. 4-ാം വാക്യം, ഇങ്ങനെ ഒരു പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാനിത് പറയുന്നു. വശീകരണ വാക്കുകളാൽ ചതിക്കപ്പെടാതിരിക്കാൻ. വിശ്വാസികൾ ദൈവകൃപയിൽ നിന്നും മാറിപ്പോകാൻ സാധ്യതയുണ്ട്, ചതിയിലകപ്പെട്ടുവാൻ സാധ്യതയുണ്ട്. വിശ്വാസികൾ ആരുടെയും വശീകരണ വാക്കുകളാൽ ചതിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രാർത്ഥനയുടെ മതിൽക്കെട്ടുണ്ടാകണം. നമ്മുടെ കൂട്ടായ്മയ്ക്ക് ഒരു പ്രാർത്ഥനയുടെ മതിൽക്കെട്ടുണ്ടാകണം. നമ്മുടെ കുടുംബത്തിന് ഒരു പ്രാർത്ഥനയുടെ മതിൽക്കെട്ടുണ്ടാകണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓരോല കണ്ണുനീർ ഒഴുക്കുക, നിന്റെ കൺമണികൾക്ക് വിശ്രമം കൊടുക്കരുത്. രാത്രി യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം. അപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വിശ്വാസികൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാനിത് പറയുന്നു. അപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നു? 3 കാര്യങ്ങൾ. നല്ല ഉറപ്പുള്ളവരായി വിശ്വാസത്തിൽ സ്ഥിരത വരണം. 2, സ്നേഹത്തിൽ ഐക്യമുള്ളവരായി തീരണം. 3, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരണം. ഇത് 3 ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ഉറച്ചു നിൽക്കാം. എന്തെല്ലാം വശീകരണ വാക്കുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം വശീകരണങ്ങൾ വന്നാലും ഒന്നും നമുക്ക് നിലനിൽക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾ ആരുടെയും വശീകരണ വാക്കുകളാൽ ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അടുത്ത വിഷയത്തിലേക്ക്. ഒരു വിശ്വാസിയെ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. വിശ്വാസിയെ തെറ്റിക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. അത് ഓരോന്നും അല്പം വിശദമായി ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വിഷയങ്ങൾ അല്പം വിശദമായി ചിന്തിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. 3 കാര്യങ്ങളാണ്. 1, വശീകരണ വാക്ക്. 2, തത്വജ്ഞാനം. 3, ചട്ടങ്ങൾ. അത് ഓരോന്നും അല്പം വിശദമായിട്ട് ചിന്തിക്കേണ്ടതായ വിഷയമാണ്. വശീകരണ വാക്ക്, തത്വജ്ഞാനം, ചട്ടങ്ങൾ. അത് മറ്റുള്ളവർ പുറമേ നിന്നുള്ളതായ പ്രേരണ കൊണ്ട് മറ്റുള്ളവരുടെ സ്വാധീനത്തിൽപ്പെട്ട് ഒരു വിശ്വാസി കർത്താവ് അവനെക്കുറിച്ച് കണ്ടിട്ടുള്ളതായ പദ്ധതികളിൽ നിന്ന് തെറ്റിപ്പോകുവാൻ, തെറ്റിച്ച് കളയുവാൻ സാധ്യതയുള്ളതായ കാര്യങ്ങളാണ്. വീണ്ടും ഒരു വിശ്വാസി തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ തെറ്റിക്കാൻ സാധ്യതയുള്ളതായ 3 കാര്യങ്ങൾ: വശീകരണ വാക്ക്, തത്വജ്ഞാനം, ചട്ടങ്ങൾ. ചില ചട്ടങ്ങൾ അത് മറ്റുള്ളവർ തെറ്റിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 3 കാര്യങ്ങളുണ്ട്. 1, സ്നേഹത്തിലുള്ള ഏകീഭാവം കുറയുമ്പോൾ.
2 ഹൃദയ ആശ്വാസം കുറയുമ്പോൾ, 3 ക്രിസ്തുവിൻ്റെ ധനത്തെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുമ്പോൾ. തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ: സ്നേഹത്തിലുള്ള ഏകീഭാവം കുറയുമ്പോൾ, ഹൃദയാശ്വാസം കുറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ ധനത്തെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുമ്പോൾ. ജീവിതത്തിൽ തീരുമാനങ്ങളെല്ലാം എടുത്ത്, സമർപ്പണമെല്ലാം എടുത്ത് മുന്നോട്ട് പോകുന്നതായ വിശ്വാസികളെ തെറ്റിക്കാൻ സാധ്യതയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഞാനും നിങ്ങളും ഈ ആത്മീയത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ, സമർപ്പണത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവ് നമ്മളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പദ്ധതിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അതിൽ നിന്ന് ദൈവീകമായ പദ്ധതിയിൽ നിന്ന്, നമ്മളെക്കുറിച്ചുള്ള ദൈവീകമായ പദ്ധതിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുവാൻ സാധ്യതയുള്ളതായ കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം മുന്നറിയിപ്പ് തരികയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം വശീകരണ വാക്കാണ്. വശീകരണ വാക്ക്. 2-ാം അധ്യായം 4-ാം വാക്യം. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാനിത് പറയുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാനിത് നിങ്ങളോട് പറയുന്നു. ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെൻറ്റ്സ്. വശീകരണ വാക്ക്, ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ നല്ലതാണെന്ന് തോന്നും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതല്ലേ ശരി, കേട്ടാൽ നല്ലതാണെന്ന് തോന്നുന്നു, അതാണ് ശരിയെന്ന് തോന്നും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആത്മീയത്തിൽ നമ്മളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങൾ കേട്ടാൽ നല്ലതാണെന്ന് തോന്നും. ഒക്കെ വാക്കി എടുത്തു വെച്ചുകൊണ്ടൊക്കെ പറയുന്നത്. അതൊന്ന് വിശദമായി ചിന്തിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഇന്നിപ്പോൾ ക്ലാസ് സമയം ഒത്തിരി ഇല്ലല്ലോ. അടുത്ത ക്ലാസ്സിലെല്ലാമായിട്ടൊന്ന് അല്പം വിശദമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെൻറ്റ്സ്. വശീകരണ വാക്ക് കേൾക്കുമ്പോൾ അതല്ല ശരി, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് ആദ്യം എന്നാ ചെയ്യേണ്ടത്? ആദ്യം എന്നാ വേണ്ടേ? വിശ്വസിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? സ്നാനപ്പെടണം. എങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? രക്ഷ കിട്ടുള്ളൂ. നിങ്ങൾ എന്നാ സ്നാനപ്പെട്ടെ? ഞാൻ കുഞ്ഞായിരുന്നപ്പോഴാണല്ലോ. അപ്പോൾ പിന്നെ എന്നാ വിശ്വസിച്ചത്? ഞാൻ ഇത്ര വയസ്സായപ്പോഴാണ് വിശ്വാസത്തിലേക്ക് വന്നത്. തെറ്റല്ലേ? നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ശരിയല്ലേ? കേൾക്കുമ്പോൾ എന്നാ തോന്നുന്നു നിങ്ങൾക്ക്? വാക്യങ്ങളില്ലേ? അതുപോലെ കർത്താവ് എപ്പോഴാണ് സ്നാനപ്പെട്ടത്? 30-ാമത്തെ വയസ്സിൽ കർത്താവ് സ്നാനപ്പെട്ടു. രണ്ട് വാക്യമുണ്ട്, അവൻ്റെ കാൽച്ചുവട് പിന്തുടരാൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പോൾ എന്തിനാ കർത്താവ് അത്രയും സമയമെടുത്തത്? അത്രയും പ്രായമാവുന്നൊരു എന്തിനാണ്? നമുക്ക് പിന്തുടരാൻ ഒരു മാതൃക, എല്ലാത്തിനും ഒരു മാതൃക അന്നച്ചു പോയതാണ്. അതുകൊണ്ട് നമ്മൾ പ്രായമായതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? മുങ്ങേണ്ടത്. പിന്നെ സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എന്നാണ്. എന്നുവെച്ചാൽ മണ്ണിൻ്റെ ഉള്ളിൽ ഒരു ബോഡി കുഴിച്ചത് പോലെ മണ്ണും കൂടെ മുഴുവൻ അങ്ങ് മൂടി കുഴിച്ചിടപ്പെട്ടു. അതുപോലെ മുങ്ങേണ്ടത്, സ്നാനപ്പെടേണ്ടത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ ആഴമുള്ള വെള്ളത്തിൽ ധാരാളം വെള്ളമുള്ളിടത്ത് ഷണ്ടനാരിവ് പറയും, ഇറങ്ങി ആ വെള്ളത്തിൽ ഇറങ്ങി മുഴുവനായി മുങ്ങിയാൽ മാത്രമേ അത് സ്നാനമാവുകയുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഈ ചുമ്മാ കൈ കൊണ്ട് കോരി തളിച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല സ്നാനം. ശരിയല്ലേ? കേൾക്കുമ്പോൾ എന്തോ ശരിയല്ലേ? ശരിയല്ലേ? ശരിയാന്ന് തോന്നും. കേൾക്കുമ്പോൾ എല്ലാം ശരിയാന്ന്, സത്യമാണെന്ന് നമുക്ക് തോന്നും. ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെൻറ്റ്സ്. ഞാൻ ഒരിക്കലും ഈ വിഷയമൊന്നും ഒരു തർക്കത്തിന് വേണ്ടിയല്ല. നമ്മളെപ്പോഴും ചിന്തിച്ചിരിക്കണം, ഇന്ന് ഈ ഭൂപ്പരപ്പിൽ ആയിരക്കണക്കിന് സഭകളും സഭാവിഭാഗങ്ങളും ഉണ്ട്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന്
സഭകളും സഭാവിഭാഗങ്ങളും ഉണ്ട്. ഓരോ സഭകൾക്കും അവരുടേതായ ചില ക്രമീകരണങ്ങളുണ്ട്. ഇപ്പോൾ കൂട്ടായ്മകളാണെങ്കിലും എല്ലാ കൂട്ടായ്മകളും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ കാര്യങ്ങളിലും എല്ലാം വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഏത് സഭയിൽ നമ്മൾ നിൽക്കുന്നുവോ ആ സഭയുടെ വിശ്വാസത്തിനൊത്തവണ്ണം നിൽക്കണം. ഇപ്പോൾ ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നിന്ന് വേറൊരു കൂട്ടായ്മയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് അതൊരു പാപമാണ് എന്ന് ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം തന്നെ എനിക്കറിയില്ല. ഒരാൾക്ക് ഞാൻ നിൽക്കുന്ന സഭ അത്ര ശരിയല്ല, അത്ര പന്തിയായതല്ല, അതുകൊണ്ട് ഞാൻ ആ സഭയിൽ നിന്ന് ഇച്ചിരി നല്ല ഒരു ആത്മീയ നിലവാരമുള്ള വേറൊരു സഭയുണ്ടല്ലോ, ആ സഭയിലേക്ക് ഞാനൊന്ന് മാറണമെന്നൊന്ന് ചിന്തിച്ചു. അത് മാറി എന്നുള്ളത് കൊണ്ട് അതൊരു പാപമാണ് എന്ന് ഞാൻ കാണുന്നില്ല. ചിന്തിക്കണം, അതിൻ്റെ സാഹചര്യങ്ങളും മാറേണ്ട കാര്യങ്ങളും അതിൻ്റെ വ്യവസ്ഥകളും ഒക്കെ വെച്ചുകൊണ്ടാണത് ദൈവം എങ്ങനെ കാണുന്നു നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു സഭയിൽ നിന്ന് ഒരു സഭയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് ഒരു മഹാപാപമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം അതിനുള്ളതായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് വേറൊരു സഭയിലേക്ക് മാറണം. ഇപ്പോൾ ഉദാഹരണത്തിന് പെന്തക്കോസ്തിലേക്ക് പോകണം. ഞാൻ ചിന്തിച്ചു ഇപ്പം ഞാൻ യാക്കോബ സഭയിൽ നിൽക്കുന്നത്, എനിക്ക് പെന്തക്കോസ്തിലേക്ക് പോകണമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ തീരുമാനമെടുത്തു, ഞാൻ പെന്തക്കോസ്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സ്നാനപ്പെടണം. ഇല്ലില്ല, അതിനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ സ്നാനപ്പെട്ട ആളാണ്, യാക്കോബായ സഭയിൽ സ്നാനപ്പെട്ട ആളാണ്, അതുകൊണ്ട് അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റുമോ? അവിടെ എന്നാൽ ശരിയാണോ അത്? ഞാൻ പെന്തക്കോസ്തിൽ പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ പെന്തക്കോസ്തുകാരുടെ വിശ്വാസപ്രകാരം സ്നാനപ്പെടണം, വേണ്ടേ? ഇല്ല, അതുകൊണ്ടൊരു പാപമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായപ്രകാരം ഒന്നോടെ സ്നാനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതൊരു മഹാപാപമാണെന്ന് ഞാൻ കാണുന്നില്ല. ഒരു സഭയിൽ നിന്ന് വേറെ സഭയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് അവനെന്തോ വലിയ മഹാപാപം ചെയ്തു എന്ന് ഞാൻ കാണുന്നില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും വരുമ്പോൾ, ദൈവവചനപ്രകാരം ചിന്തിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം? കാരണം ഞാൻ മാനസാന്തരപ്പെട്ട് 91 ആ കാലയളവിലാണ് ഞാൻ മാനസാന്തരപ്പെട്ടത്. 92, 93 2 വർഷമാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പോയത്. 92, 93 2 വർഷം. അപ്പോൾ അന്ന് എനിക്ക് വലിയ അടിസ്ഥാനമോ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ബേസൊന്നും ആത്മീയത്തിൽ കിട്ടിയിട്ടില്ല. സുവിശേഷ വേല എന്താണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ചെന്ന് പഠിച്ചത് എല്ലാ സഭകളിലുമുള്ള ആളുകളുടെ കൂടെയാണ്. പെന്തക്കോസ്ത് സഭയിലും മർത്തോമ സഭയിലും CSI സഭയിലും ഇവാഞ്ചലിക്കൽ സഭയിലും. അപ്പോൾ ഇവരെല്ലാം ഇവരുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ നടുവിലാണ് താമസിക്കുന്നതും ജീവിക്കുന്നതുമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളതായ വിഷയങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ നാളുകളിൽ തർക്കിക്കേണ്ടവരോട് തർക്കിക്കും. കാരണം പച്ചജടത്തിലൊക്കെയാണല്ലോ, മുഴുവൻ ഒരു ആത്മീയത മാറിയിട്ടില്ല. തർക്കിക്കേണ്ടവരോട് തർക്കിക്കും. നല്ലപോലെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ആ കാര്യങ്ങളിൽ. അതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് ഒരു നല്ല അടിത്തറ, ഉറപ്പുള്ള ഒരു അടിത്തറയുള്ള വിശ്വാസത്തിൽ നല്ലപോലെ അടി ഉറച്ചാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ മാമോസ മുങ്ങിയതേ ഉള്ളൂ. ഒന്നുകൂടെ പോയി ഒരു സ്നാനപ്പെടണമെന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ട് പോലുമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്പസമയം എടുക്കും, മുന്നോട്ട് പോകാൻ അല്പസമയം എടുക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അടുത്ത ക്ലാസ് വേണമെങ്കിൽ അതിലേക്ക് വരാം നമുക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഫൈൻ സൗണ്ടിങ് ആർഗ്യുമെൻറ്റ്സ്, വശീകരണ വാക്കുകൊണ്ട് കേട്ടാൽ നല്ലതെന്ന് തോന്നും, അതാണ് ശരിയാണെന്ന് തോന്നും, നാം ആരും തെറ്റിപ്പോകാനിട വരരുത്. ഇപ്പോൾ ചിന്തിക്കുക, ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടി നിന്ന ഈ ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പ് എന്നത് ഈ കൂട്ടായ്മ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുകയാണ് പെന്തക്കോസ്തിലേക്ക് പോകണമെന്ന് തോന്നുന്നു. അതുപോലെ ജോൺ സാറിന് തോന്നുന്നു വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു തോന്നുന്നു.
തോമസാറിന് തോന്നുന്നു വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കൂട്ടായ്മ ഇതുപോലെ തുടങ്ങാനും ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനും ഒക്കെ ആരുടെ പദ്ധതിയാണിത്? ഞാൻ നല്ല ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഇത് സ്വർഗത്തിലെ നിത്യപരിശുദ്ധനായ ജീവനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സ്വർഗത്തിൻ്റെ ഭാവി പരിപാടിയിൽ സ്വർഗം പദ്ധതി ഇട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ സ്വർഗീയമായ പദ്ധതിയെ തകർക്കാൻ പല കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ വചനം ചില കാര്യങ്ങൾ മുന്നറിയിപ്പ് തരികയാണ്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടുന്നതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിക്കുവാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലണം. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകും. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുവിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയോ സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. വാക്യം വായിച്ച് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ വിശദീകരണം ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നിങ്ങൾ ഇതുവരെയും കേൾക്കുകയും അറിയുകയും ചെയ്തതിന് വിപരീതമായി എന്തെങ്കിലും പറയുകയോ ഏതെങ്കിലും ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞു നടന്നു, അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ പ്രവർത്തിച്ചു, ഇതിന് അടയാളമായി ഇത് ഇന്ന കാര്യം ഇന്ന ദിവസം ഇന്ന കാര്യം നിനക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു, ഇതാണ് സത്യമുള്ളതെന്ന് തെളിവായിട്ട് ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞത് സംഭവിക്കുകയും ചെയ്തു, അത്ഭുതമോ അടയാളമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. ഓർക്കണം, ശരിയായ ഒരടിത്തറ നമുക്ക് കിട്ടിയോ എന്നറിയുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ നാം നിറഞ്ഞുവോ എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തിൽ നാം സ്ഥിരതയുള്ളവരാണോ എന്ന് പരീക്ഷിക്കാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങൾ തെറ്റിപ്പോകരുത്, നിങ്ങൾ കുലുങ്ങിപ്പോകരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അറിയിച്ചതിൽ നിന്നും വിരുദ്ധമായിട്ടുള്ള വഴിയിൽ ഒരിക്കലും നിങ്ങൾ മുന്നോട്ട് പോകരുത്. ദൈവത്തിന് പരിശുദ്ധാത്മാവ് മാറ്റമില്ലാത്തവനാണ്. നമ്മുടെ കർത്താവ് അവൻ വാക്ക് പറഞ്ഞാലും വാക്ക് മാറാത്തവനാണ്. പുസ്തകം മുന്നറിയിപ്പ് തരുന്നുണ്ട്, ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് എതിരായി ആരാനും വന്നറിയിച്ചാൽ, ഞാൻ തന്നെ വന്നാലും സ്വർഗത്തിൽ നിന്നൊരു ദൂതനിറങ്ങി വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണോ എന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. തെറ്റിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 23 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 23 മുതലുള്ളതായ വാക്യങ്ങൾ.
അന്ന് ആരാണ് നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുവാൻ, അവിശ്വാസികളെ തെറ്റിക്കാനല്ല, ദൈവവഴിയിലേക്ക് വരാത്തവരെ തെറ്റിക്കാനല്ല, പള്ളി പോകാത്തവരെയും പ്രാർത്ഥനയ്ക്ക് പോകാത്തവരെയും കൂട്ടായ്മയ്ക്ക് പോകാത്തവരെയും വചനം കേൾക്കാത്തവരെയും തെറ്റിക്കാനല്ല, വ്രതന്മാരായിട്ടുള്ളവരെ തെറ്റിച്ച് കളയുവാൻ, കർത്താവിൻ്റെ വഴിയിൽ വന്നവരെ തെറ്റിച്ച് കളയുവാൻ, അന്ത്യകാലത്ത് നടക്കുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. വ്രതന്മാരെയും തെറ്റിക്കുവാൻ അടയാളങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും. ഇല്ലേ, അവിടെ കണ്ണുനീരൊഴുകുന്നു, രൂപത്തിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു, ഫോട്ടോയിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. കുർബാന അനുഭവിച്ചപ്പോൾ അത് മാംസമായി മാറിയതായിട്ട് കണ്ടു. അതൊക്കെ നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യമല്ലേ? നമ്മൾ അനുഭവിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തമായി തന്നെയല്ലേ അനുഭവിക്കുന്നത്. ഇനി അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റം വരേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടോ? അല്ല, ഇനി അത് ആ അപ്പം ഒരു മാംസമായി രൂപപ്പെടുത്തി മാറ്റം വരുത്തിയിട്ട് ദൈവം അങ്ങനെ പ്രവർത്തിക്കുമോ? ചിന്തിക്കുക. അന്ന് കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്താ പറഞ്ഞത്? ഇത് എൻ്റെ ശരീരമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് നിങ്ങളെ കഴിക്കുന്നതാണ് പറഞ്ഞത്. ഇത് എൻ്റെ ശരീരത്തിൻ്റെ സാദൃശ്യമായി ഞാൻ തരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നത്. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങളിത് വാങ്ങി തിന്നുവീൻ. അവിടെ പ്രത്യേകിച്ച് ഇനി അതൊരു മാംസം പോലെയായി രൂപപ്പെടേണ്ട കാര്യമൊന്നുമില്ല. യേശു ക്രിസ്തുവിനെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകുന്നു കണ്ടു കഴിഞ്ഞാൽ ദൈവവചനം വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് ഭോഷ്കിൻ്റെ വ്യാപാരത്തിൽ നടക്കുന്നതാണ്. അതിൻ്റെ പുറകെ പോകരുത്, അതിന് പ്രാധാന്യം കൊടുക്കരുത്. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കാൻ തക്കവണ്ണം. സമയം കടന്നുപോലെ നിർത്തട്ടെ, നമുക്ക് ചിന്തിക്കാം. വശീകരണ വാക്കുകളാൽ കേട്ടാൽ ശരിയാണെന്ന് തോന്നും പ്രവാചകനാണ് പറയുന്നത്. ഇന്നത് നടക്കുമെന്ന് പറഞ്ഞത് നടന്നു, ഇന്ന് സംഭവിക്കുന്നത് സംഭവിച്ചു. നിങ്ങളാ വാക്ക് കേട്ട് നമുക്ക് നൽകിത്തന്ന ഈ ദൈവത്തിൻ്റെ വചനത്തിന് നിരക്കാത്തതായ ഒരു വഴികളിൽ നിങ്ങൾ പോകാനിടയാകരുത്. നിങ്ങളെ ആരെയും തെറ്റിച്ച് കളയാനിട വരരുത്. വ്രതന്മാരെ തെറ്റിക്കുക എന്നുള്ളത് ദുഷ്ടൻ്റെ പരിപാടിയാണെന്ന് മുൻകൂട്ടി കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിതെല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുവിനെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഓർത്തുകൊള്ളുവിൻ, ഞാനിതെല്ലാം മുൻകൂട്ടി പറഞ്ഞു തന്നുവല്ലോ എന്ന്. കർത്താവേ, ഈ ആത്മീയത്തിൻ്റെ വഴിയിൽ തെറ്റുപറ്റാതെ പോകുവാൻ, ദൈവം സന്തോഷിക്കുന്നത് പോലെ പോകുവാൻ, ദൈവവചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ശരിയായ പാതയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവേ, തെറ്റുപറ്റാതെ കൊണ്ട് ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളാരും നിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാതെ ഉപദേശത്തിൻ്റെ വല്ല കാറ്റിനാലും ആടി ഉലയുന്ന ശിശുക്കളെ പോലെയായി പ്രകാരിക്കേണ്ടതിന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ പകരണമേ. നിൻ്റെ കണ്ണ് ഞങ്ങളെ കാണണമേ. നിൻ്റെ കരം ഞങ്ങളെ പിടിക്കണമേ. ഞങ്ങളുടെ വഴികളിൽ ഞങ്ങൾ ഇടറി വീഴാൻ സാധ്യതകളുണ്ട്, ഞങ്ങളെ തെറ്റിച്ച് കളയാൻ സാധ്യതകളുണ്ട്. കർത്താവേ, ഭോഷ്കിൻ്റെ വ്യാപാരത്താൽ പലതും നടന്ന് വ്രതന്മാരെ തെറ്റിക്കുമെന്ന് ഞങ്ങൾ നിൻ്റെ വചനത്തിൽ വായിച്ചുവല്ലോ. കർത്താവേ, കപട ഉപദേശങ്ങൾ വന്ന് അനേകരെ തെറ്റിച്ച് കളയുമെന്ന് നിൻ്റെ വചനത്തിൽ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ. കർത്താവേ, അനേകർ വിശ്വാസം വിട്ട് തെറ്റിപ്പോകുമെന്ന് നിൻ്റെ വചനം മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ. കർത്താവേ,
ഞങ്ങൾ ഇന്നായിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ അതെല്ലാം കാണുന്നുണ്ട് കർത്താവേ. ഒരു കാലത്ത് വിശ്വാസത്തോടെ നല്ല വിശ്വാസികളായി നടന്ന് പലരും ഇന്ന് വിശ്വാസം വിട്ട് തെറ്റിപ്പോകുന്നതായി ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവേ. ഞങ്ങളെ തെറ്റുകൂടാതെ നിർത്തണമേ. അപ്പോസ്തലന്റെ പോരാട്ടം നിറഞ്ഞ പ്രാർത്ഥന പോരാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളാരും നിന്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ അനുവദിക്കരുതേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ജീവൻ്റെ ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ മറ്റൊന്നിലും അടിസ്ഥാനം വിട്ടു പോകാനല്ല കർത്താവേ, നിന്റെ വചനത്തിൽ അടിത്തറയിട്ട് മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചനകൾ നൽകി തരുമാറാകണമേ എന്ന് ഞങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്നു. വശീകരണ വാക്കുകളാൽ ആരും ഞങ്ങളെ തെറ്റിക്കാൻ ഇടവരാതെ വണ്ണം നീ ഞങ്ങളെ കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നും എന്നും സ്വർഗവുമായുള്ള ബന്ധം ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. എല്ലാം മുഖത്തോട് എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.